ഗുഡ് മോർണിംഗ് സർ. എന്താ? ഞാൻ കോഴിശ്ശേരിയിൽ നിന്ന് വരികയാണ് സർ. അവിടുത്തെ പീപ്പിൾസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ സെക്രട്ടറിയാണ് ഞാൻ. ഞങ്ങളുടെ ക്ലബിന്റെ 12ാമത്തെ വാർഷികമാണ് സർ. സാറ് ഉദാരമായിട്ട് എന്തെങ്കിലും സംഭാവന ചെയ്ത് അല്ല, ഗംഭീര പരിപാടികളാണ് സാർ. വെടിക്കെട്ട്, കമ്പം, ദീപാലങ്കാരം, പിന്നെ ആന എഴുന്നള്ളിപ്പ് പൂർവാധികം ഭംഗിയായിട്ട് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. എന്നിട്ടാണോ താൻ ഒറ്റയ്ക്ക് റെസീറ്റ് എഴുതി തിരിച്ചേ? അത് പിന്നെ ഞങ്ങളുടെ ക്ലബിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ ഓരോരോ സ്ഥലത്ത് പോയി പിരിച്ചാൽ വ്യാപകമായി പിരിക്കാമല്ലോ എന്ന് കരുതിയാ. അത് ഞാൻ ഒരു സ്ഥലത്ത്, അവര് പല സ്ഥലത്ത്. ശരി ശരി. കലാപരിപാടികൾ എന്തൊക്കെയാണ്? പലതും ഉണ്ടെങ്കിലും അരണക്കാട് സുദേവന്റെ കഥാപ്രസംഗമാണ് സാർ മെയിൻ. ഓഹോ, അത് ശരി. ഇപ്പൊ മനസ്സിലായി. താൻ ഇവിടെ നിൽക്ക്, ഞാൻ പോയി പോലീസിൽ വിളിച്ചിട്ട് വരാം കേട്ടോ. അത് ശരി. എന്തിനാ സാർ? സത്യം പറ, നീ ആരാണ്? ഞാൻ പീപ്പിൾസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ. പോകരുത്. എടാ, ഞാൻ ആരാണെന്ന് നിനക്കറിയോ? ഇല്ല സാർ. ഞാനാണ് നീ പറഞ്ഞ കാതികൻ അരണക്കാട് സുദേവൻ. മനസ്സിലായോ? ഞാനറിയാതെ എന്റെ ഒരു കഥാപ്രസംഗം. സാർ എന്നോട് ക്ഷമിക്കണം സാർ. വേണ്ട വേണ്ട, നിന്നെ കണ്ടപ്പോഴേ നിന്റെ ഒരു കള്ള ലക്ഷണം ഞാൻ ശ്രദ്ധിച്ചു. സാർ അത് ബൈ ബർത്ത് എനിക്കുള്ളതാ. ആക്ച്വലി ഞാൻ പാവമാണ് സാർ. കള്ള റെസീറ്റ് ഒരു പിരിവിൽ ഇറങ്ങിയിരിക്കുന്നു. ഉടനെ ഞാൻ പോലീസിനെ വിളിക്കും. സാർ ഒരു തവണത്തേക്ക് എന്നോട് ക്ഷമിക്കണം സാർ. എടാ, ഈ കള്ളം പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനും ഒക്കെ ഒരു ടെക്നിക്ക് വേണം. ശരി സാർ. അതാദ്യം പഠിക്കണം നീ കേട്ടാ. ശരി, ഇപ്പൊ ഇനി ഒരു കാര്യം കൂടി അറിയണം. ഞാൻ ഈ കാതികൻ അരണക്കാട് സുദേവനൊന്നല്ല. എടാ, കക്കാൻ പഠിച്ചാൽ നിൽക്കാനും കൂടി പഠിക്കണം. ഞാൻ നിന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതല്ലേ. ഫസ്റ്റിലേ നീ വരേണ്ടി കഴിഞ്ഞു. അല്ലെങ്കിൽ എന്റെ സ്ഥാനത്ത് ഒരു പാവപ്പെട്ടതായിരുന്നെങ്കിൽ അന്തസ്സായിട്ട് നീ ഒരു 25 ഉറുപ്പിക അടിച്ചു പോയില്ലായിരുന്നു, ഇല്ലേ? പിന്നെ ഈ വേലായുധൻ തമ്പി അത്ര മാന്യനൊന്നല്ല. നിനക്കറിയോ, ഞാൻ ഇത്രയും കോടിക്കണക്കിന് സമ്പാദിച്ചിട്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് ഇന്ന് വരെ ഒരു നയാ പൈസ പോലും കൊടുത്തിട്ടില്ല. എല്ലാം കള്ളക്കണക്കല്ലേ. ഒരു നാക്കും ഒരു ഐഡിയ ഒക്കെ വേണം. മനസ്സിലായോ? അപ്പൊയ്ക്കോ പോയിക്കോ. അങ്ങനെ പോകാനല്ല ഞാൻ വന്നത്. പിന്നെ ഇവിടെ കൂടാൻ വന്ന അവിടെ കേറി കേൾക്ക. ചേച്ചി തമ്പി, ഐ ആം ഫ്രം ദ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്. കഴിഞ്ഞ 10 കൊല്ലമായി നിങ്ങൾ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന് കള്ളക്കണക്കാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. യു ഹാവ് ബീൻ സബ്മിറ്റിംഗ് ഫോൾസ് ആൻഡ് ബോഗസ് അക്കൗണ്ട്സ്. നീ പറഞ്ഞതെല്ലാം ഞാൻ ഈ ഷർട്ടിനകത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള ചെറിയ ടേപ്പ് റെക്കോർഡിൽ ടേപ്പ് ചെയ്തിട്ടുണ്ട്. യു വാണ്ട് ടു ഹിയർ ദാറ്റ്? പിന്നെ ഞാൻ നിങ്ങളുടെ വീടൊന്ന് റെയ്ഡ് ചെയ്യാൻ പോവാണ്. യു ക്യാൻ ഗെറ്റ് റെഡി ഫോർ ദ റെയ്ഡ്. തമ്പി, കക്കാൻ പഠിച്ചാ നിക്കാൻ പഠിക്കണം. ഇതിനൊക്കെ ഒരു ടെക്നിക്കും നാക്കും വേണം. സാർ വരണ്ടു പോയി അല്ലേ? പിന്നെ ഒരു കാര്യം, ഞാൻ ഇൻകം ടാക്സ് ഓഫീസർ ഒന്നും അല്ല. അഭ്യസ്തവിദ്യനായ ഒരു തൊഴിൽ രഹിതനാണ് ഞാൻ. എന്റെ പേര് KR അഴകപ്പൻ BSc. ആ, താൻ ഒരു ഗോൾ അടിച്ചാൽ ഞാൻ 10 ഗോൾ തിരി അടിക്കും. താൻ എന്ത് വിചാരിച്ചു? തനിക്ക് മാത്രമേ ബുദ്ധിയുള്ളെന്നോ? കള്ളപ്പിരിവിന് ഇറങ്ങിയത് തന്നെ, പക്ഷെ ദാരിദ്ര്യം കൊണ്ടാ. നീ അധികം വിളയേണ്ട മോനെ. ഇതിന് പകരം വെച്ചിട്ടില്ലെങ്കിൽ എന്റെ പേര് തമ്പി എന്നല്ല. എന്താ പറഞ്ഞത്? സാറേ, NOC തട്ടിപ്പിനിരയായ ഒരു ഹതഭാഗ്യനാ ഞാൻ. കടം വാങ്ങിയ 10,000 രൂപ തിരിച്ചു കൊടുക്കാനുള്ള ബന്ധപ്പാടിലാണ് ഞാൻ. അതിനുവേണ്ടിയാണ് ഈ വേഷം കെട്ടും നോട്ടീസും ഒക്കെ. അത്രേ ഉള്ളൂ. നിനക്ക് 10,000 രൂപ ഞാൻ തരാം. അതെ, ഇത്രയും സമർത്ഥനായ എന്നെ വിട്ടിച്ച ഒരു കൊച്ചു മിടുക്കൻ തന്നെ. പക്ഷെ എപ്പോഴല്ല, അടുത്ത ആഴ്ച. ഇയാളെ നീ പറ്റിക്കോ ഈശ്വര. ഞാൻ ലേറ്റ് ആയോ? ഇല്ല സാർ. എവിടെ സാർ ആ 10,000 രൂപ? അത്രക്ക് ധൃതിയായോ? ഞാൻ അന്നേ പറഞ്ഞില്ലേ ഒരു കണ്ടീഷൻ ഉണ്ടെന്ന്. ഓ, ഞാനത് മറന്നുപോയി സാർ. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഞാൻ എപ്പോഴും മറന്നുപോകും. ബൈ ബർത്ത് എനിക്കതുള്ളതാ. കുഴപ്പമില്ല, വേറൊന്നല്ല. അതായത് അഴകപ്പൻ ഒരു ഓട്ട മത്സരത്തിൽ എന്നെ തോപ്പിച്ചിരിക്കണം. ഓട്ട മത്സരത്തിലോ? എന്തേ ഓടിയില്ലേ? കൊള്ളാം. കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് 100 മീറ്റേഴ്സിന് സ്ഥിരം ഫസ്റ്റ് എനിക്കാ. അതെയോ? പക്ഷെ ഇതൊന്നും വേണ്ട, കുറച്ച് ഓടിയാ മതി. അതാ കാണുന്ന 5ാമത്തെ പോസ്റ്ററാ, അതുവരെ ഓടിയാ മതി. 5ാമത്തെ പോസ്റ്റ്. പക്ഷെ അവിടെ എത്രയും മുമ്പ് അഴകപ്പൻ ജയിച്ചിരിക്കണം. അത് ഓക്കെ സാർ. നോക്കുക. മാർക്ക്. ഒരു മിനിറ്റ് സാർ, ഒന്ന് വാമപ്പ് ചെയ്തോട്ടെ. റെഡി? 1 2 3. പൊന്നു ചേട്ടന്മാരെ, എന്റെ പേഴ്സ് പോക്കറ്റ് അടിച്ചിട്ട് ഓടുകയാണ്. ഒന്ന് പിടിക്കും. 10,000 രൂപ എനിക്ക് കിട്ടി. 10,000 രൂപ അടിച്ചു. അവനൊന്ന് പിടിച്ചോണേ. പിടിക്കേട്ടാ, എന്റെ 10,000 രൂപ പോയേ. സാറ് പുതിയതായിട്ട് ഈ സ്റ്റേഷനിലോട്ട് സ്ഥലം മാറി വന്നതല്ലേ? അതുകൊണ്ട് ഈ വേലായുധൻ തമ്പിയുടെ അതിക്രമങ്ങളെ കുറിച്ച് കൂടുതൽ അറിഞ്ഞിരിക്കാൻ വഴിയില്ല സാർ. ഞാനിത് എങ്ങനെ സഹിക്കും?
എന്റെ വീടിന്റെ വേലി അയാൾ പൊളിച്ചു. എന്റെ സഹോദരിയെ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചു. എന്റെ അച്ഛൻ അയാൾ തല്ലി ചതച്ചു. ചേച്ചി ഇങ്ങനെ കരഞ്ഞാലോ? ഞാൻ തമ്പിയെ കണ്ട് സംസാരിച്ചു നോക്കാം. സംസാരിച്ചു നോക്കണം. അച്ഛയ്ക്ക് സാറ് മർദ്ദന മുറ ഉപയോഗിക്കും എന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്. വിശിഷ്ട സേവനത്തിന് സർക്കാരിൽ നിന്നും സാറിന് അവാർഡ് കിട്ടിയിട്ടുള്ളത് കൊണ്ടാ എനിക്ക് സാറിൽ കൂടുതൽ വിശ്വാസം. സാർ തെറ്റിദ്ധരിക്കില്ലെങ്കിൽ നമുക്കത് ആ ചായക്കടയിൽ നിന്ന് ഒരു ചായ കൂടെ കുടിച്ചിട്ട് പോവാം. വേണ്ട, സോറി, മറ്റുള്ളവരുടെ ചെലവില് സാർ ഒരു ചായ പോലും വാങ്ങി കഴിക്കില്ല എന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് കുഴപ്പമില്ല, സാറ് എന്റെ ചായയുടെയും കൂടെ കാശ് കൊടുത്തോണം. താങ്ക് യു സാർ. എന്താ സാറ് കുടിച്ചാട്ടെ, ഞാൻ ഒന്ന് ഫോൺ ചെയ്തിട്ട് ഇപ്പൊ വരാം. എന്നാ ഹലോ, ആരാണ്? ഹലോ, നമ്മൾ തമ്മില് നേരിട്ട് പരിചയമില്ല. എന്റെ പേര് അഡ്വക്കേറ്റ് ചന്തു മേനോൻ. ഞാൻ നിങ്ങളൊന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യാനാണ് വിളിച്ചത്. എന്താ കാര്യം? ആ അഴകപ്പനെ നിങ്ങൾ പോക്കറ്റ് അടിക്ക് പിടിപ്പിച്ചത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞാനും അവന്റെ ഒരു പെർമനന്റ് ശത്രുവാണ്. അവനിപ്പോ എവിടെയുണ്ട്? ആശുപത്രിയിൽ നിന്ന് ഇന്നലെ ഇറങ്ങിയതേ ഉള്ളൂ. പിന്നെ ഒരു അത്യാവശ്യ കാര്യം പറയാനാണ് ഞാൻ തമ്പി ഇപ്പൊ വിളിച്ചത്. അഴകപ്പൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. കൂടെ പോലീസ് വേഷത്തിൽ ഒരു നാടക നടനെയും കൂട്ടിയാണ് വരവ്. എന്ത് നാടക നടൻ പോലീസ് വേഷത്തിൽ വന്ന് എന്നെ വരട്ടെ? ഈ വേലായുധം തമ്പിയെ? അതെ, കള്ള പോലീസുമായിട്ട് വന്ന് നിങ്ങളെ വരട്ടാനാണ് അഴകപ്പന്റെ പരിപാടി. ശരി, വരട്ടെ. ബാക്കി ഞാൻ ഏറ്റു. നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നുള്ള എനിക്കറിയാം. യു ആർ വെരി കേപ്പബിൾ, ഐ നോ. സാർ, തമ്പി ഒരു വല്ലാത്ത പ്രകൃതക്കാരനാണ്. അതുകൊണ്ട് സാർ അയാളോട് സൂക്ഷിച്ച് സംസാരിക്കണം. ഇല്ലെങ്കിൽ അയാൾ സാറിനെ ഉപദ്രവിച്ചെന്നിരിക്കും. എന്നെ ഉപദ്രവിക്കണം? അസലായി. എന്താ തമ്പി, ഇവൻ പറയുന്നത് ശരിയാണോ? എന്താ ശരിയാണെങ്കിൽ നീ തിന്നോ? മര്യാദയ്ക്ക് സംസാരിക്കണം. ഞാനും കുറെ നാടകക്കാരൊക്കെ കണ്ടിട്ടുള്ളതാ. എന്റെ സ്വഭാവം മാറും. അയാളെന്നെ അടിക്കരുത്. എന്നെ വേണമെങ്കിൽ അടിച്ചോ. എന്നെ അല്ല, എന്റെ ഈ കുപ്പായത്തിനാണ് അവമാനിച്ചത്. ശ്രമിക്കണം സാർ. ഒറിജിനൽ പോലീസ് മനസ്സിലായില്ലേ? ഒരു ചന്തുമേനോൻ വിളിച്ചിരുന്നോ? ഇതേപോലെ പല ചന്തുമേനോനും വിളിക്കും. വരണം സാർ. എന്താ വേല ഇതവിടെ? ഒന്നുമില്ല, ഒന്നുമില്ല ചേച്ചി. ഞാനിവിടെ പട്ടിക്കുട്ടിയെ കളിക്കേന്. അയ്യോ ഒന്നേ നിക്കേ. നല്ല ആളാണ്. ഞാൻ തന്നെ എവിടൊക്കെ തിരക്കി. എന്തിന്? തല്ലിക്കാനോ? കണ്ട് അതും ഇതും പറഞ്ഞ് മനുഷ്യനെ വിഷമിപ്പിക്കാതെ. ഞാനതെല്ലാം മറന്നു. ഇനിയെങ്കിലും നമുക്ക് സുഹൃത്തുക്കളായി കഴിഞ്ഞൂടെ? ഞാനെന്നും റെഡിയാ. ഞാന് എന്റെ ഇവിടുത്തെ ബിസിനസ് ഒക്കെ നിർത്തി ഇന്നത്തെ ഫ്ലൈറ്റ് അമേരിക്കക്ക് പോവാണ്. ഇനി ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും തമ്മിൽ കണ്ടെന്ന് വരില്ല. നിനക്ക് വേണ്ട 10,000 റുപ്യ ഞാൻ തരാം. നീ എന്റെ കൂടെ എയർപോർട്ടിലേക്ക് പോര്. അവിടുന്ന് തരാം. അല്ലേ വേണ്ട, തീരെ സമയമില്ല. നീ ബാബുജി നഗറിന്റെ മുമ്പിൽ എന്താ മതി. ഞാൻ എന്റെ പ്രൈവറ്റ് സെക്രട്ടറി കയ്യിൽ പൈസ കൊടുത്തേക്കാം. നിനക്ക് അയാൾ തരും. പിന്നെ ഞാൻ ഇതിങ്ങനെ നടക്കണ്ടല്ലോ. അത് മതി. പിന്നെ ഒരു കാര്യം. എന്താ സാർ? പ്രൈവറ്റ് സെക്രട്ടറി നിന്നെ കണ്ടിട്ടില്ലല്ലോ. നിങ്ങൾ തമ്മിൽ എങ്ങനെ തിരിച്ചറിയും? സാറില്ല, അതിനൊരു കോഡ് ഭാഷയുണ്ട്. അതെന്താ സാർ? അതായത് അവൻ വന്ന് ചെമ്മീൻ എന്ന് പറഞ്ഞാ നീ ഉടനെ ഐസ്ക്രീം എന്ന് പറയണം. അവൻ വന്ന് ഉറച്ച വരണം വേണോ എന്ന് ചോദിച്ചാൽ കയ്പുള്ള നെല്ലിക്ക മതി എന്ന് നീ പറയണം. അപ്പൊ അങ്ങോട്ട് ഒരു തിരിച്ചറിയാലോ? മനസ്സിലാവും. അത്രയാണ് കോഡ്. പിന്നെ അത്രേ ഉള്ളൂ. ഉടനെ അവരോട് 10,000 രൂപ വാങ്ങും ചെയ്യാം. ഈ ഉപകാരം ഞാനൊരിക്കലും അല്ലാതെ ഞാൻ നല്ലൊരു യാത്ര പോകുമ്പോ ഇങ്ങനെ കരഞ്ഞുകൊണ്ടാ ചിരിച്ചോണ്ട് യാത്ര അയക്കല്ലേ വേണ്ടേ? മേ യുവർ സോൾ റെസ്റ്റ് ഇൻ പീസസ്. താങ്ക് യു വെരി മച്ച്. അപ്പം ബാബുജി നഗർ ഓക്കെ, ഞാൻ വാങ്ങിച്ചോളാം. താങ്ക് യു സാർ. നല്ല മനുഷ്യൻ, ഞാൻ തെറ്റിദ്ധരിച്ചു. സാർ, ഈ ഫയലിൽ എല്ലാ ഡീറ്റെയിൽസ് ഉണ്ട്. യെസ്, കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റ്. സാർ, ഇന്ന് വൈകുന്നേരം 4 മണിക്ക് ബാബുജി നഗറിന് മുമ്പിലെത്തിയാൽ വലിയൊരു കള്ളക്കടത്തുകാരനെ പിടിക്കാം. വാട്ട്? അതെ സാർ, അവൻ വലിയ കള്ളക്കടത്തുകാരനാ. സ്മഗ്ലർ അഴകപ്പൻ. നിങ്ങളാരാ? ഞാനൊരു അഭ്യുദയകാംക്ഷി. സാറിന് സംശയം ഉണ്ടെങ്കിൽ സാറ് എന്നെ നേരിട്ട് എന്ന് ഞാൻ പറഞ്ഞ കോഡ് ഒന്ന് ചോദിച്ചു നോക്കണം. അപ്പൊ അവന്റെ മറുപടി കേൾക്കുമ്പോ സാറിന് തന്നെ ബോധ്യാവും.
സാർ ചെമ്മീൻ എന്ന് പറയുമ്പോ ഐസ്ക്രീമെന്നും ഉറച്ച ഭരണം വേണമെന്ന് ചോദിക്കുമ്പോൾ കൈപ്പുള്ള നെല്ലിക്കാന്നും പറയും. ഇതാണ് കോഡ്. ഓഹോ, they are coming now. ആട്ടാ, ഏതെല്ലാം വഴിക്ക് നീ എന്നെ ഒതുക്കുന്നോ അതിനപ്പുറത്തെ വഴിക്ക് വേലായുധൻ തമ്പി എന്നെ ഒതുക്കും. ചെമ്മീൻ ഐസ്ക്രീം, ഉറപ്പുള്ള ഭരണം വേണം. കൈപ്പുള്ള നെല്ലിക്ക മതി. ഇപ്പൊ കോഡ് ശരിയായല്ലോ, ഇനി കാശിങ് എടുക്കും വേഗം. ഓഹോ, അപ്പൊ എനിക്ക് കിട്ടിയ ഫോൺ കോൾ കറക്റ്റ് ആയിരുന്നു. ഫോൺ കോളോ? സ്മഗ്ലർ അഴകപ്പ. സ്മഗ്ലറോ? ഞാനോ? ഞാനാണ് കസ്റ്റംസ് ഓഫീസർ ഡിസൂസ. യു ആർ അണ്ടർ അറസ്റ്റ്. ഓ, അത് ശരി. ഇനി പറ, ആർക്ക് വേണ്ടിയാണ് ഈ സ്മഗ്ലിംഗ് നടത്തുന്നത്? സാർ, ചോദിച്ചു കേട്ടില്ലേ? സാർ, ഞങ്ങളുടെ ബോസ് ആരാണെന്ന്, ഞങ്ങളുടെ കൊള്ള സംഘ തലവൻ ആരാണെന്ന് ഞാൻ സാറിനോട് പറയാം. പക്ഷെ ഒരു വാക്ക് തരണം, അയാളെ ഉപദ്രവിക്കരുത്. അയാൾ വെറും പാവമാണ് സാർ. പറ. വേലായുധൻ തമ്പി. ആരാ മനസ്സിലായില്ല? അഴകപ്പനെ ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. വളരെ നന്നായി സാർ. ഇവനെ പോലത്തെ ദുഷ്ടന്മാർക്ക് പറ്റിയ സ്ഥലം ജയിൽ തന്നെയാ. നിങ്ങൾ അറസ്റ്റ് ചെയ്യാനാണ് ഞങ്ങൾ ഇപ്പൊ വന്നത്. എന്നെ സാർ, ബോസ് എന്നോട് ക്ഷമിക്കണം. നമ്മുടെ കൊള്ള സംഘത്തിന്റെ എല്ലാ രഹസ്യങ്ങളും ഞാൻ ഈ കസ്റ്റംസ് ഓഫീസേഴ്സിന്റെ അടുത്ത് പറഞ്ഞു. സംഘം, ദൈവമേ, ബോസ് ഇവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നില്ല 1000 കിലോ സ്വർണം. അത് റെയ്ഡ് ചെയ്തുകൊണ്ട് പോകാനാണ് അവർ വന്നിരിക്കുന്നത്. മര്യാദയ്ക്ക് അതിന് കാണിച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ അവർ ഇടിക്കും. ഇല്ലേ സാർ? എടാ സാർ, ഏത് സ്വർണ്ണം എന്ത് സ്വർണ്ണം എനിക്കൊന്നും അറിയില്ല സാർ. അതിനെയും വേണ്ട, എവിടെയാ ഒളിപ്പിച്ചു വെച്ചത്? സത്യം പറ. സത്യമായിട്ട് സാർ എനിക്കൊന്നും അറിയില്ല സാർ. അയ്യോ, ഒന്ന് പറഞ്ഞു കൊടുക്ക് പ്ലീസ്. എവിടെ സ്വർണ്ണം? സാറിനെ ഒന്ന് രക്ഷിക്കണം, അതിന് കയ്യോ. പറയിക്കാൻ എനിക്കറിയാം. ജോൺസൺ നടക്ക്. അയ്യോ, കേരള വണ്ടി. മെല്ലെ ഞാൻ കയറിക്കോളാം. അയ്യോ 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 അയ്യോ, എനിക്കോ ദൈവമേ, സാർ മർമ്മത്തിരിക്കൽ സാർ. അയ്യോ ചമ്മേ, ചമ്മേ, അയ്യോ 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 ചമ്മേ, അയ്യോ പാവം സാർ. അയ്യോ അയ്യോ സാർ, ഇവൻ കള്ളക്കടത്തായിരുന്നല്ല സാർ, പാവാണ്. ഞാനാണ് സാറേ കള്ള ഫോൺ ചെയ്തത്. എന്നോട് ക്ഷമിക്കണം സാറേ. ഞാൻ പറഞ്ഞില്ലേ സാർ, ഇതാണ് കഥ. ശരിയാണ് സാർ. ഓക്കെ, നിങ്ങൾ സ്മഗ്ലർ അല്ലായിരിക്കാം, പക്ഷെ കസ്റ്റംസിന് തെറ്റായ ഇൻഫർമേഷൻ തന്നതിന്റെ പേരിൽ നിങ്ങളെ ചാർജ് ചെയ്യും. വേണ്ട സാർ, ഒരു തവണത്തേക്ക് ക്ഷമിക്കണം. മേലാൽ ഇയാൾ ഇങ്ങനെ ചെയ്യില്ലെന്ന് ഞാൻ ഗ്യാരണ്ടി ചെയ്യാം സാർ. ഓക്കെ, ഡോണ്ട് റിപ്പീറ്റ് ദിസ്. സോറി ഫോർ ദ ഇൻകൺവീനിയൻസ് സാർ. ഇറ്റ്സ് ഓൾ റൈറ്റ്. എങ്ങനെയുണ്ട് വേലായുധൻ തമ്പി? അഴകപ്പ, ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാ, ഇനി നമ്മൾ തമ്മിൽ പരസ്പരം പാരവപ്പൊന്നും വേണ്ട. നമുക്ക് നല്ല നിലയിൽ പോകാം. ഈ റഷ്യ അമേരിക്കൻ പോലെ ഏറ്റുമുട്ട രണ്ടു കൂട്ടരും വിവരറിയും. കറക്റ്റ് ആണ്. അയ്യോ.